ക്രൈസ്തവോ ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവരെയും വീഡിയോ മുഖാന്തരം കാണുവാൻ നൽകപ്പെട്ടിരിക്കുന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. ഇന്നത്തെ എൻ്റെ ചിന്താ വിഷയം എന്തിനു വേണ്ടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നതിനെ കുറിച്ച് ചില ഭാഗങ്ങൾ ദൈവത്തിന്റെ വചനവുമായി നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുവാൻ കർത്താവ് താല്പര്യപ്പെടുകയാണ്. പിന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഒരു മനുഷ്യൻ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിനെക്കുറിച്ച് ചില ഉദ്ദേശങ്ങൾ കൂടിയാണ്, അവന്റെ മനസ്സിൽ ചില പദ്ധതികളിൽ കൂടിയാണ് അവൻ ആ പ്രോഡക്റ്റ് പ്രൊസീഡ് ചെയ്ത് പുറത്തിറക്കുന്നത്. അതുപോലെ തന്നെയാണ് പിതാവായ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് ദൈവത്തിന് ചില പ്രത്യേകതകളുണ്ടായിരുന്നു, ദൈവത്തിന് ചില പദ്ധതികളുണ്ടായിരുന്നു എന്നതിനെ കുറിച്ച് വ്യക്തമായി ബൈബിൾ പല ഭാഗങ്ങളിലും നമുക്ക് വേണ്ടി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ ഭാഗങ്ങൾ ചിലത് നിങ്ങളുടെ മുമ്പിൽ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇതിന്റെ ബാക്കി മെസ്സേജ് അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കുക. ദൈവം നിശ്ചയമായിട്ട് ദൈവം സഹായിക്കട്ടെ. ബൈബിൾ പറയുന്നതനുസരിച്ച് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ മഹത്വം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചത്. വേദപുസ്തകം പറയുന്നത് ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു ജാതി ഉണ്ടെങ്കിൽ അത് മനുഷ്യൻ മാത്രമാണ്. മൃഗങ്ങൾക്ക് ദൈവത്തിന്റെ രൂപം ദൈവത്തിന്റെ രൂപം കൊടുത്തിട്ടില്ല, ദൂതന്മാർക്ക് ദൈവത്തിന്റെ രൂപം കൊടുത്തിട്ടില്ല. പക്ഷെ ദൈവത്തിന്റെ രൂപം കൊടുത്തത് ആ മനുഷ്യനാണ്. ലൂസിഫറിന് പോലും ദൈവത്തിന്റെ രൂപം കൊടുത്തിട്ടില്ല. മനുഷ്യന് മാത്രമാണ് ദൈവത്തിന്റെ രൂപം കൊടുത്തത്. മനുഷ്യനെ മാത്രമാണ് തൻ്റെ സ്വന്തം കൈകൊണ്ട് പണിയുവാനായിട്ടിടയായത്. ബാക്കി എല്ലാത്തിനെയും വാക്കുകൾ കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അപ്പൊ മനുഷ്യൻ ദൈവത്തിന് പ്രാധാന്യം അർഹിക്കുന്ന ഒരു അനുഭവമാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. പക്ഷേ ദൈവം മനുഷ്യനുമായിട്ട് ആയിരിക്കുന്ന ബന്ധം മനസ്സിലാക്കാതെ മനുഷ്യൻ സ്വന്തം ഇഷ്ടത്തോടുകൂടെ ഓടുന്ന ഒരു ഓട്ടക്കാട്ടിൽ നിൽക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ദൈവം ആഗ്രഹിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് മനുഷ്യനെ ദൈവം ഉണ്ടാക്കിയിരിക്കുമ്പോൾ മനുഷ്യൻ മറ്റു വഴികളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകപ്പെട്ടതായ ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം ഇനിയുള്ള നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥമായി ജീവിക്കുവാൻ കഴിയും, ഭയമില്ലാതെ ജീവിക്കുവാൻ കഴിയും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയത്തില്ല. കാരണം അത്രത്തോളം രോഗങ്ങളുടെ കൂമ്പാരം ലോകത്ത് കൂടിക്കൊണ്ടിരിക്കുന്നു. പ്രശ്നങ്ങളുടെയും യുദ്ധങ്ങളുടെയും കൊലപാതകത്തിന്റെയും പീഡനത്തിന്റെയും ഒത്തിരി സങ്കടകരമാകുന്ന കഥകളും വാർത്തകളും ഒക്കെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്താണ് ജീവിക്കുന്നത്. ഇനിയെങ്കിലും നമ്മൾ ദൈവത്തിന്റെ പദ്ധതിക്കനുസരിച്ച് ദൈവം മനുഷ്യരെ എന്തിനു വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന ഉദ്ദേശത്തോടുകൂടെ നാം തിരിഞ്ഞില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് നാശം ഉണ്ടാകുകയും നമുക്കായി പൊന്നുതമ്പുരാൻ ഒരുക്കി വച്ചിരിക്കുന്ന നിത്യതയിലേക്ക് പ്രവേശിക്കുവാനായി കഴിയത്തില്ല എന്ന ഒരു വലിയ സത്യം നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയരെ, സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ലൈഫ് ഒന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾ പെറ്റു വളർത്തിയ കുഞ്ഞ് നിങ്ങൾ പറയുന്നത് കേട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുമാത്രം ദേഷ്യം വരും. അതുപോലെയാണ് പൊന്നു തമ്പുരാൻ നമ്മളെ സൃഷ്ടിച്ചിട്ട് ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി മനുഷ്യൻ നിന്നില്ല എങ്കിൽ ദൈവത്തിന് കോപം വരും. ആ കോപം ഇനിയുള്ള നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കാതിരിക്കുവാൻ അവൻ തിരിഞ്ഞു കർത്താവിന്റെ സന്നിധിയിലേക്ക് വരാൻ ഒരു അവസരവും കൂടിയാണ് എന്ന് ഞാൻ ഈ സന്ദേശത്തിൽ കൂടെ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. പല ഭാഗത്തും വേദപുസ്തകത്തിൽ പല ഭാഗത്തും ഇനിയെങ്കിലും തിരിഞ്ഞു വന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു എന്നൊരു ഭാഗം ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നുണ്ട്. ചില ഭാഗങ്ങളിലേക്ക് എന്തിനു വേണ്ടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്,
എന്താണ് ദൈവത്തിന്റെ പദ്ധതി എന്നതിനെ കുറിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് ഭൂമിയെ ഭരിക്കണം എന്നതായിരുന്നു ദൈവം മനുഷ്യനെ ഉണ്ടാക്കുന്നതിന്റെ പ്രധാന പദ്ധതി. രണ്ടാമത്, ദൈവത്തിന്റെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നവരായി തീരണം, ദൈവത്തിന്റെ സ്വഭാവത്തെ ജീവിക്കുന്നവരായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. മൂന്നാമത്, അവന്റെ പ്രതിച്ഛായയിൽ ദൈവം സൃഷ്ടിച്ചത് മറ്റുള്ളവർ അല്ലെങ്കിൽ ലോകം അറിയണം. 4, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുവാനായിട്ട്. 5, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആ അനുഭവം വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അവൻ സ്വർഗീയമാകുന്ന, വളരെ മനസ്സിലാക്കണം കേട്ടോ, സ്വർഗീയമാകുന്ന അവൻ അനുഭവം ഈ ഭൂമിയിലും മനുഷ്യരിൽ കൂടി നേടിയെടുക്കുവാനാണ് ദൈവം തേജസ്സോടുകൂടെ മനുഷ്യനെ ഉണ്ടാക്കിയത്. പക്ഷെ പാപമുഖാന്തരം ദൈവത്തിന്റെ പദ്ധതിയൊക്കെയും അവൻ നശിക്കുവാനായിട്ടിടയായി. അവൻ അതിന് അല്പം വിശദീകരിച്ച് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അവൻ മനുഷ്യരാശിയിൽ അവൻ സൃഷ്ടിച്ച പ്രധാന ദൈവത്തിന്റെ കാരണങ്ങൾ, അത് മനുഷ്യരെ സൃഷ്ടിക്കുവാനുള്ള പ്രധാന കാരണങ്ങൾ. ഒന്നാം, ദൈവത്തിന്റെ പ്രതിച്ഛായ പ്രതിഫലിക്കുവാനും അവന്റെ സാദൃശ്യവും ആ മനുഷ്യന് കൊടുക്കുന്നതിന് വേണ്ടി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഉൽപ്പത്തി 1-ാം അധ്യായം 26, 27 വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നു, മറ്റു സൃഷ്ടികളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചത്. വളരെ വ്യത്യസ്തമായി. മൃഗത്തെ പോലെയോ ദൂതന്മാരെ പോലെയോ ലൂസിഫറിനെ പോലെയോ അല്ല മറ്റൊരു ജാതിയെ പോലെയല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിന്റെ അതേ ഛായയിൽ, ദൈവത്തിന്റെ അതേ സ്വരൂപത്തിലാണ് മനുഷ്യനെ സൃഷ്ടിക്കുവാനായിട്ട് ഇടയായത്. രണ്ടാമത്, അത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുവാനായിട്ടിടയായത്. യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 43-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, ദൈവത്തിന്റെ നാമത്തിനായി വിളിക്കപ്പെടുന്ന എല്ലാവരും അവന്റെ മഹത്വത്തിനായി സൃഷ്ടിക്കപ്പെട്ടവരാണ്, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട. യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു ഭാഗമാണ് ദൈവത്താൽ തെരഞ്ഞെടുപ്പ്. പ്രാപിക്കപ്പെട്ടവരാണ് ദൈവമക്കൾ. അവൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം അവരെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ്. പക്ഷെ ഇന്ന് ദൈവത്തിന്റെ മഹത്വം നമ്മിൽ വെളിപ്പെടുവാൻ കഴിയാതെ വണ്ണം ശൂന്യമായിരിക്കുന്ന നിലം പോലെ ദൈവത്തിന്റെ പദ്ധതി മാറിക്കൊണ്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഈ നാളുകളിൽ ദൈവത്തിന്റെ മഹത്വത്തിനു വേണ്ടി നമ്മുടെ ജീവിതത്തെ കൊണ്ടുവരുവാൻ തയ്യാറാകണമെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. അടുത്ത, ദൈവം നമ്മിൽ ആനന്ദവും നമ്മോട് ഒരു ബന്ധവും സ്ഥാപിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, ഏദൻ തോട്ടത്തിനകത്ത് ആദാമും ഹവ്വയെയും ഉണ്ടാക്കിയിട്ട് വെയിലാറുമ്പോൾ പിതാവായ ദൈവം അവിടെ കടന്നു വന്ന് അവരുമായിട്ട് സംസാരിക്കുകയും ഒരു നല്ല ഒരു ആത്മീയ ബന്ധം അവിടെ ഉണ്ടായിരുന്നു. അതുപോലൊരു ബന്ധം നമ്മിലുമായി ഉണ്ടാകണം എന്ന് കർത്താവ് ആഗ്രഹിച്ചു. അതിനു വേണ്ടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 11-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നത്, മനുഷ്യരാശിയുമായി ഒരു ബന്ധം പുലർത്തണം, അവയിൽ ആനന്ദം കണ്ടെത്തണം എന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിച്ചു. പക്ഷേ നമ്മോടൊരു ബന്ധം പുലർത്താനോ നമ്മിൽ നിന്നും ഒരു ആനന്ദം കാണുവാനോ കഴിയാതെ വണ്ണം ഇന്ന് വളരെ മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മനുഷ്യൻ മാറിയിരിക്കുകയാണ്. 4-ാമത്തെ കാര്യം, ഭൂമിയെ ഭരിക്കാനും ദൈവത്തിന്റെ കാര്യസ്ഥനായിട്ട് ഇരിക്കാനും വേണ്ടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഭൂമിയെ ഭരിക്കാൻ നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു ഭാഗമാണ്, ദൈവത്തിന്റെ ഭൂമിയുടെ കാര്യസ്ഥരായും സകല സൃഷ്ടിയുടെ മേൽ ആധിപത്യവും അവന്റെ മേൽ നൽകപ്പെടുവാനായിട്ടിടയായി. ദൈവം ഭൂമിയെ ഭരിക്കുവാൻ വേണ്ടി, നമുക്കറിയാം ഏദൻ തോട്ടത്തിനകത്ത് ആദാമിനോട് പറഞ്ഞത് നീ ഭൂമിയിൽ വാഴണമെന്നാണ്. ഭൂമിയിൽ വാഴണമെന്ന് പറഞ്ഞാൽ സകലത്തിന്റെ മേലും വാഴാൻ വേണ്ടിയാ ദൈവം ഭൂമിയുടെ മേൽ
അവൻ മനുഷ്യനെ സൃഷ്ടിക്കുവാനിടയായത്. പക്ഷേ അവൻ പാപത്തിന്റെ അതികാഠിന്യം ഉയർന്നപ്പോ അവൻ ഭൂമിയെ ഭരിക്കുന്നതിന് വേണ്ടി സൃഷ്ടിച്ച മനുഷ്യനെ ഭൂമി തന്നെ വായു വിളർന്ന് വിഴുങ്ങേണ്ടുന്ന ഒരു സാഹചര്യം ഈ ലോകത്തിലുണ്ടാകുവാനിടയായി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവൈതലേ, ഇന്ന് ഇപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണോ സംഭവിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഭൂമിയെ ഭരിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അവന് ഭൂമിയുടെ കാര്യസ്ഥനായിരിക്കുവാൻ. ഭൂമിയുടെ കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ എന്തൊക്കെ സംഭവിക്കണമോ അത് മനുഷ്യന്റെ അണ്ടറിൽ വേണം സംഭവിക്കണം എന്നാ ദൈവം ആഗ്രഹിച്ചത്. അതിന് ഉദാഹരണമായി ചില കാര്യങ്ങൾ പെട്ടെന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുക. ഒന്നാമത് ഏലിയാവ് പ്രാർത്ഥിച്ചു, മഴയും മഞ്ഞും ഉണ്ടാകരുത്. അതുപോലെ സംഭവിച്ചില്ലേ? അവൻ യോശുവ പറയുന്നു, അവൻ സൂര്യനെ നീ അസ്തമിക്കരുത് എന്ന് പറഞ്ഞ് അവിടെ യോശുവ പറയുവാനിടയായി. അതുപോലെ സംഭവിച്ചു. അതിന്റെ അർത്ഥം ഭൂമിയെ ഭരിക്കുവാൻ ദൈവം മനുഷ്യന് അവകാശം കൊടുത്തിരുന്നു. പക്ഷെ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് മാറിയപ്പോ അവൻ ദൈവം തന്റെ മേൽ കൊടുത്തിരുന്ന അധികാരത്തെ മാറ്റിക്കളയുവാനിടയായി. ദൈവം തന്റെ മനുഷ്യന്റെ മേൽ കൊടുത്തിരുന്ന അധികാരം അവനിൽ നിന്നും നഷ്ടമാകുവാനായിട്ടിടയായി. അടുത്ത് 5-ാമത് വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് ദൈവത്തെ അറിയുവാനും ദൈവത്തെ അന്വേഷിക്കുവാനും വേണ്ടിയാണ്, ദൈവത്തെ കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 17-26-27 വാക്യം വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് ദൈവത്തെ അന്വേഷിക്കുന്നവനും കണ്ടെത്തുന്നവനുമായി ദൈവം മനുഷ്യന് സ്ഥലങ്ങളും സമയങ്ങളും ക്രമീകരിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ അന്വേഷിക്കുവാൻ വേണ്ടി, ദൈവത്തെ കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി ദൈവം ഒത്തിരി സാഹചര്യങ്ങൾ ക്രമീകരിച്ചു കൊടുത്തു. പക്ഷെ അതൊക്കെയും മനുഷ്യൻ തള്ളിക്കളഞ്ഞിട്ട് സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി, സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അടുത്ത 6-ാമത് വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നതിന് വേണ്ടി ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചു. എഫേസ്യരുടെ ലേഖന പുസ്തകം 1-ാം അധ്യായം അതിന്റെ 4-5 വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നത് ലോക സ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവും അവനെ തെരഞ്ഞെടുത്ത സ്നേഹത്തിൽ നിന്ന് ദൈവം മനുഷ്യനെ സൃഷ്ടി. ദൈവം സ്നേഹത്തിന് വേണ്ടി മനുഷ്യരെ സൃഷ്ടിച്ചു. എഫേസ്യരുടെ ലേഖന പുസ്തകം 1-ാം അധ്യായം 4-5 വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നത് ലോക സ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ അവരെ തെരഞ്ഞെടുത്ത് സ്നേഹത്തിൽ നിന്നും ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സ്നേഹം പ്രൈസ് ദി ലോർഡ് നമ്മിലേക്ക് കാണിക്കുന്നതിന് വേണ്ടി ദൈവം മനുഷ്യരെ സൃഷ്ടിക്കുവാനിടയായി. തെരഞ്ഞെടുത്ത് ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചു. പക്ഷേ മനുഷ്യർ ദൈവത്തെ സ്നേഹിക്കുവാനായി താല്പര്യപ്പെടാതെ പല നിലവാരങ്ങളിലും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഈ 6 കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ചിന്തിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് ഈ നാളുകളിൽ ദൈവം എന്താഗ്രഹിച്ചാണോ നമ്മെ ഉണ്ടാക്കിയത് ആ ആഗ്രഹത്തിനനുസരിച്ച് മുമ്പോട്ട് പോകാമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചുരുങ്ങിയ കാലയളവിൽ ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് മാനവരാശിക്ക് വേണ്ടി ദൈവം പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ ഭവനത്തിന്റെ അവകാശിയായി തീരുവാൻ കഴിയും. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഒരു ആവശ്യത്തിന് വേണ്ടിയല്ല, അല്ലെങ്കിൽ ഒരു ഏകാന്തതയിൽ ഇരിക്കുന്നത് കൊണ്ടല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവം അവനെ സ്നേഹിക്കുന്നതിന് വേണ്ടിയും പരസ്പരം ആരാധിക്കുന്നതിന് വേണ്ടിയും പരസ്പരം ബന്ധം പുലർത്തുന്നതിന് വേണ്ടിയുമാണ് കർത്താവ് മനുഷ്യനെ സൃഷ്ടിക്കുവാനായിട്ടിടയായത്. ദൈവത്തിന് വേറെ ജോലിയില്ലാത്തത് കൊണ്ടല്ല, ദൈവത്തിന്റെ അടിമയായിട്ടിരിക്കുവാൻ വേണ്ടിയല്ല ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചത്. ദൈവം മനുഷ്യരെ സൃഷ്ടിക്കുവാനായിട്ടിടയായതിന്റെ കാരണം എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി, ദൈവത്തെ സ്നേഹിക്കുന്നതിന് വേണ്ടി, ദൈവമായ ഒരു ബന്ധത്തിൽ നാം മുമ്പോട്ട് പോകുവാൻ വേണ്ടിയാണ് കർത്താവ് മനുഷ്യരെ ഉണ്ടാക്കുവാനായിട്ടിടയായത്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇന്ന് രാത്രികാലത്താണോ നീ ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ, അല്ല പകൽ സമയത്താണോ ഈ ശബ്ദം കേൾക്കുകയാണെങ്കിൽ ഒന്ന് തീരുമാനമെടുക്കുക. ഇരിപ്പിൽ നിന്ന് ഒരു തീരുമാനമെടുക്കുക. അയ്യോ, ഞാൻ ദൈവം ആഗ്രഹിച്ചതുപോലെ എനിക്ക് വാഴാൻ കഴിയുന്നില്ലല്ലോ, ദൈവിക സ്വഭാവം എന്നിൽ നിന്നും
പുറത്തു വരുവാൻ കഴിയുന്നില്ലല്ലോ. ആമേൻ. അതിൽ നിന്നും എനിക്ക് മാറി വരാൻ ആഗ്രഹമുണ്ട്. ഞാൻ എന്ത് ചെയ്യണമെന്ന് ദൈവത്തിന്റെ സന്നിധി നിങ്ങൾക്ക് ആമേൻ ചോദിക്കാൻ തയ്യാറാകുമെങ്കിൽ ആമേൻ അവർക്ക് കൊടുക്കുന്ന ദൈവത്തിന്റെ സന്നിധി തിരിഞ്ഞു വരുന്ന വ്യക്തികൾക്ക് ദൈവം കൊടുക്കുന്ന മറുപടിയാണ്, ദൈവത്തെ വിശ്വസിച്ച് നമ്മുടെ സകല പാപങ്ങളും ഏറ്റു പറഞ്ഞാൽ മതി. ദൈവത്തിന്റെ പദ്ധതി വീണ്ടും നമ്മിലേക്ക് നടപ്പിലാക്കാൻ ദൈവം മതിയായവനാ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, മാനവരാശിക്ക് വേണ്ടി ദൈവം നൽകപ്പെട്ടിരിക്കുന്ന സ്വർഗീയ തേജസ് ഏദൻ തോട്ടത്തിനകത്ത് നഷ്ടപ്പെട്ടു പോയി. അത് തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് കഴിയാതെ വന്നപ്പോഴാണ് പാപത്തിന്റെ കൂപത്തിലേക്ക് മനുഷ്യൻ അകപ്പെടുവാനിടയായത്. പാപത്തിൽ നിന്ന് കയറി വരുവാൻ കഴിയുന്നില്ല. അതിന് പലവിധമാകുന്ന യാഗങ്ങൾ അർപ്പിക്കപ്പെട്ടു. യാഗങ്ങൾ കഴിക്കുന്തോറും പാപം പെരുകിക്കൊണ്ടിരിക്കുവാനിടയായി. അതുകൊണ്ട് കാൽവരി മരക്കുരിശിൽ മരിക്കുന്നതിന് വേണ്ടി പാപത്തിന്റെ ബലിയാടായി കുഞ്ഞാടായിരിക്കുന്ന കർത്താവ് യേശു ക്രിസ്തുവിനെ ഈ ലോകത്തേക്ക് അയച്ചു. ഈ ലോകത്തേക്ക് അയച്ചപ്പോൾ വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ തേജസ് നൽകുവാൻ, ദൈവത്തിന്റെ ശുദ്ധീകരണം നൽകുവാൻ, ദൈവത്തിന്റെ സ്വർഗ്ഗരാജ്യത്തിന് അവകാശിയാക്കുവാൻ ദൈവൻ ആ ക്രൂശീകരണത്തിൽ കൂടി നമുക്ക് അവകാശം തന്നിരിക്കുകയാണ്. ദൈവം നാമിന് ആ ക്രൂശീകരണത്തിൽ കൂടി നമുക്ക് അവകാശം തന്നിരിക്കുകയാ. ആ ഒരു അനുഭവത്തെ ഇന്ന് നാം വിശ്വസിച്ച് തിരിഞ്ഞു വരാൻ തയ്യാറാകുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ, അകന്നുപോയ സ്വർഗീയ അവകാശങ്ങൾ നമുക്ക് ലഭിക്കുവാനായിട്ടിടയാവും. നമ്മുടെ കുടുംബത്തിനകത്ത് നിന്ന് സന്തോഷമില്ലാതെ പലപ്പോഴും കിടന്നുറങ്ങുവാൻ കഴിയാതെ സങ്കടപ്പെട്ടുകൊണ്ടിരുന്ന നിന്റെ ജീവിതത്തിനകത്ത് സന്തോഷത്തെ നൽകാൻ, സമാധാനത്തെ നൽകാൻ എന്റെ ദൈവം മതിയായവനാണ് എന്ന കാര്യം മറന്നു പോകരുത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഈ നാളുകളിൽ ദൈവത്തിന്റെ ഉദ്ദേശത്തെ മനസ്സിലാക്കി അതിന്റെ മുമ്പിൽ വാഴാൻ തയ്യാറാകും. നിശ്ചയമായി കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. തുടർന്നും ഇതിൽ നിന്ന് ചില ഭാഗങ്ങൾ കൂടി സംസാരിക്കുവാൻ കർത്താവ് താല്പര്യപ്പെടുന്നു. തുടർന്നും വീഡിയോകൾ കാണുവാൻ തയ്യാറാകുക, സപ്പോർട്ട് ചെയ്യുക. വിഷയമായിട്ടും കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ വിരാമം കുറിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.